കൂട്ടുകാർക്കും നാത്തൂൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ പുറവശത്ത് നമ്മൾ നട്ടതൊന്നുമല്ല, ഒരു ചേമ്പ് നിൽക്കുന്നു. അപ്പോൾ അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് നല്ല ചേമ്പ് പുഴുങ്ങിയതും കട്ടൻ ചായ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ പുറവശത്തോട്ട് ഇറങ്ങത്തൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം തന്നെ ഇത് കണ്ണി പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മഴ പെയ്ത് കുതിർന്ന് കിടന്നത് കൊണ്ട് പൊങ്ങി വരണുണ്ട്. അപ്പോൾ ദേ നമുക്ക് ഇത്രയും ഒരു സാധനമാണ് കിട്ടിയത്. ഇതെന്തായാലും ഒന്ന് വെട്ടിയെടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ദേ ഇത്രയും ഉണ്ട്. ഇതെന്തായാലും നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അതെ, നല്ലൊരു ചേമ്പ് കഷ്ണം കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ നട്ടതൊന്നുമല്ല, ഇവിടെ തനിയെ കിടന്ന് കിളുത്ത് വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഇത് പുഴുങ്ങി നല്ല കട്ടൻ ചായ ഉള്ളിമുളകുമായിട്ടിട്ട് കഴിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നാടൻ ചേമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞുകൂടി എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ചേമ്പ് തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ചേമ്പായി വരണതേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് കുക്കറിൽ പുഴുങ്ങണ്ട, ജസ്റ്റ് അടുപ്പിൽ നിന്ന് വെച്ച് പുഴുങ്ങിയെടുക്കാം നാടൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ചേമ്പായി വരണേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ വെച്ചതല്ല, തനിയെ കിളുത്തതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും പറിച്ച് തിന്നാഞ്ഞിട്ട് വയ്യ. അപ്പോൾ വെട്ടി കിട്ടിയപ്പോഴേക്കും അത് തടച്ചേമ്പാണ് കിട്ടിയത്. ചേമ്പായി വരണേ ഉള്ളൂ. എങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ, നമുക്ക് തനിയെ കിളുത്ത് വന്നതല്ലേ, അതെല്ലാം നാടൻ ചേമ്പും അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് പുഴുങ്ങി നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ഒരു സൈഡായിട്ട് ഒരല്പം ഉള്ളിമുളകും കട്ടൻ ചായയും കൂടെ റെഡിയാക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിമുളക് റെഡിയാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു ചെറിയ ഉള്ളിമുളകും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാന്താരി കിട്ടിയില്ല, അതിന് പകരം പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഇടിച്ച് യോജിപ്പിച്ചെടുക്കാം. മിക്സിക്കകത്തൊക്കെ അരച്ച് ആ ഒരു ടേസ്റ്റ് ഇടത്തില്ല. അപ്പോൾ നമുക്ക് ഈ കല്ലിൽ നിന്ന് ചതച്ച് തന്നെ എടുക്കാം. ചതച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊരു കഷ്ണം പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പൂണൊന്നും ഉപയോഗിച്ചല്ല, നല്ല രീതിയിൽ ആ പുളി എണ്ണയും പച്ചമുളകും എല്ലാം കൂടെ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ അങ്ങ് നല്ലപോലെ അങ്ങ് ഞെരടി കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു തടച്ചേമ്പ് ആണ് നമ്മളിപ്പോൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദഹനശേഷിക്കും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒത്തിരി അടങ്ങിയൊരു സാധനമാണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം. നമ്മൾ ഇടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണത്തിൽ നിന്നൊക്കെ ഇത് മിക്കവാറും നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇതൊന്നും കണ്ടുപോലും കാണത്തില്ല. അപ്പോൾ വരുമ്പോഴത്തേക്കും എണ്ണയിൽ പൊരിച്ച ഒരു സാധനം കൊടുക്കുന്നതിലും എത്രയോ നല്ലതായിരിക്കും ഇത്. ഇച്ചിരി മുളകൊക്കെ ഞെട്ടിക്കൊടുത്താൽ അവർക്കൊരു പുതുമയുടെ ടേസ്റ്റും കിട്ടും. അപ്പോൾ അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ആരോഗ്യമുള്ള ഒരു സാധനമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 10-20 മിനിറ്റത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ചേമ്പൻ തണ്ട് വെന്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ചേമ്പൻ തടയായതുകൊണ്ട് ഒരല്പം വേവിന് നമ്മൾ ഒത്തിരി നേരം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നാടൻ സാധനം നല്ലതേ ഇപ്പോൾ നല്ല വെന്ത് കിടക്കുകയാണ്. അപ്പോൾ നാടൻ സാധനം നല്ല രുചിയോടുകൂടി കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. വാഴയില കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ചേമ്പല തന്നെ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്ത ചേമ്പൻ തണ്ട് ഈ ചേമ്പലയിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തുമ്പത്തോട്ട് നമ്മുടെ ഉള്ളിയും മുളകും കൂടെ വെച്ച് കൊടുക്കാം.
അപ്പം അങ്ങനെ വീട്ടുവളപ്പിൽ നിന്ന് നമ്മുടെ ചേമ്പ് നമുക്ക് 4 മണിക്കൊരു ചായക്കടിയായി. എന്നാലും പുളപ്പൻ ടേസ്റ്റ് മുളകുമായിട്ട്. ആ തടച്ചേമ്പായതുകൊണ്ട് നമ്മൾ ചേമ്പ് തിന്നുന്ന ആ ഒരു രുചിയല്ല, എങ്കിലും പൊളി. അപ്പോൾ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും